ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടി തിരച്ചിൽ നിർത്തിവെച്ച സാഹചര്യത്തിൽ ലോറി ഉടമകളും തൊഴിലാളികളും ചേർന്ന യോഗം ഇന്ന് നടന്നിരുന്നു. ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അടുത്ത ബുധനാഴ്ച ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ടു പോകുക എന്നും പറഞ്ഞു. കേരള ഭരണകൂടം കർണാടകയുമായി ആലോചിച്ച് അനുകൂലമായ തീരുമാനമുണ്ടാക്കി തരാത്ത പക്ഷം കടുത്ത ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അവർ പറയുന്നത്. അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും കോടതിയെ സമീപിക്കും. അർജുനെ കാണാതായതു മുതൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയായിരിക്കും പരാതി കോടതിയിലെത്തിക്കുക. അർജുന്റെ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നടപടിക്കു വേണ്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ സർക്കാർ അവസാനിപ്പിച്ചതാണ്. ലോറിക്ക് മുകളിൽ കുമിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ എത്താതെ തിരച്ചിൽ പുനരാരംഭിക്കില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. ഗോവയിൽ നിന്നുമാണ് ഡ്രഡ്ജർ എത്തിക്കേണ്ടത്. ഗോവയിൽ നിന്നും കടൽ മാർഗം ഡ്രഡ്ജർ എത്തിക്കുന്നതിന് 1 കോടിയോളം രൂപ ചെലവാകുമെന്നാണ് സർക്കാർ പറയുന്നത്. കർണാടക സർക്കാർ 1 കോടി പറയുന്ന ഡ്രഡ്ജർ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ് മലപ്പുറം വേങ്ങം കുന്നംപുറക്കാരൻ ഉമർ മുന്നോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം കുറേ കാലമായി ഇക്കാര്യം പറഞ്ഞ് കേരള കർണാടക ഗവൺമെന്റിനെ സമീപിക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. ആദ്യം തിരുവനന്തപുരത്ത് അധികാരികളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. കോഴിക്കോട് പരിധിയിലെ സംഭവമായതിനാൽ ഇക്കാര്യങ്ങൾ കോഴിക്കോട് സർക്കാരിനെയാണ് അറിയിക്കേണ്ടത്. കലക്ടറെ ബന്ധപ്പെടാനാണ് അവർ പറഞ്ഞത്. അതേ തുടർന്ന് ഇക്കാര്യങ്ങൾ അറിയിച്ച് 2 തവണ കലക്ടറെ ബന്ധപ്പെട്ടു. എന്നാൽ കലക്ടറുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. MLA AKM അഷ്റഫിന്റെ നമ്പർ ചോദിച്ച് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചെങ്കിലും നമ്പർ ലഭിച്ചില്ല. അർജുനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഡ്രഡ്ജർ തന്റെ കയ്യിലുണ്ടെന്നും അതു പറയാൻ വേണ്ടിയാണ് MLAയുടെ നമ്പറെന്നും അറിയിച്ചു. അവഗണനയാണ് അവിടെ നിന്നും ഉണ്ടായത്. അതിനുശേഷം കോഴിക്കോടുള്ള തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ അർജുന്റെ വീട്ടിലെത്തുകയായിരുന്നു ഉമർക്ക. അവിടെ നിന്നും അർജുന്റെ കുടുംബം മനാഫിനെ പരിചയപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകം അറിയിക്കുകയും ചെയ്തു. താൻ ആദ്യകാലങ്ങളിൽ ഒരു ലോറി ഡ്രൈവറായിരുന്നെന്നും ഇപ്പോൾ കോൺട്രാക്ട് പണിയാണ് ചെയ്യുന്നതെന്നും തൻ്റെ കയ്യിൽ ഡ്രഡ്ജർ ഉണ്ടെന്നും അറിയിക്കുന്നു. അർജുനെ കണ്ടെത്താനായി ഡ്രഡ്ജർ 1 രൂപ പോലും തരാതെ ഫ്രീ ആയിട്ട് തരാമെന്നാണ് ഉമറിക്ക പറയുന്നത്. ഇതിനു മുമ്പും കേരളത്തിൽ നിന്നും പലരും ഡ്രഡ്ജർ തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അതൊന്നും ആരും ഗൗരവത്തിലെടുത്തില്ല. അർജുന്റെ തിരച്ചിൽ നിർത്തിവെക്കാൻ കാരണമായതും പ്രതിസന്ധി നേരിടുന്നതും ഡ്രഡ്ജർ ആണ്. 3 മനുഷ്യരെ ആ മണ്ണിനടിയിൽ നിന്നും എടുക്കാനാണ് സർക്കാരിന് ബുദ്ധിമുട്ട്. 1 കോടി രൂപയോളം മുടക്കി സാധാരണക്കാരായ 3 പേരെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. മണ്ണിനടിയിൽപ്പെട്ട് ആർക്കും ജീവനൊന്നുമില്ലല്ലോ. കർണാടക സർക്കാരിനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അന്ന് അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കം മുതൽക്കേ അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നത്. ഈശ്വർ മൽപയെ ശരിയായ സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ സർക്കാർ അനുവദിച്ചിരുന്നില്ല. ലോറിയുടേതായ തെളിവുകൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ തിരച്ചിൽ തിടുക്കപ്പെട്ട് നിർത്തിവെപ്പിക്കുകയായിരുന്നു. അതിനർത്ഥം ആ പുഴയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നു എന്ന് തന്നെയാണ്. ആ രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നാൽ പലരും കുടുങ്ങും. അർജുൻ ഓടിച്ച ലോറിയുടേതല്ലാത്ത പല അവശിഷ്ടങ്ങളും അന്ന് അവിടെ ലഭിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. മണ്ണിടിച്ചിലിൽ മറ്റൊരു വാഹനം ഉൾപ്പെട്ടതായും പറയപ്പെടുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നിലുള്ള മോട്ടീവ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നമുക്ക് അർജുനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അതിനിടയിൽ മറ്റൊരു കാര്യത്തിന് അന്വേഷിച്ചിറങ്ങാൻ സമയമില്ല.